ശ്രീനഗറിൽ താമസിച്ച ഈ റൂം തികച്ചും സൗജന്യമായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? KL രജിസ്ട്രേഷൻ വണ്ടിയുമായിട്ട് ഈ ഹോം സ്റ്റേയിൽ വരുന്ന എല്ലാവർക്കും ഫ്രീ സ്റ്റേ ആണ് കേട്ടോ. ശ്രീനഗറിലെ ദാൽ ലേക്കിന് സമീപമുള്ള ഫയർഫ്ലൈ ഹോം സ്റ്റേ ആണിത്. നിങ്ങളും എപ്പോഴെങ്കിലും വരുവാണെങ്കിൽ ഇവിടെ താമസിക്കാം കേട്ടോ, അതും ഫ്രീ ആയിട്ട്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. രാത്രി ഒത്തിരി വൈകിയാണ് ഞാൻ ശ്രീനഗർ എത്തിയത്. എന്റെ പ്ലാന് ശ്രീനഗറിൽ നിന്നും കുറച്ചു ദൂരം പോയി സ്റ്റേ അടിക്കാന്നായിരുന്നു. പക്ഷെ എന്ത് പറയാനാണ് ഗൈസ്, ശ്രീനഗറേ എത്താൻ പറ്റിയുള്ളൂ. നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ശ്രീനഗറിൽ നിന്നും പതിയെ നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ എവിടെയും നിർത്താൻ പോകുന്നില്ല, നേരെ അമൃത്സർ പിടിക്കണം. അത് വാശിയാട്ടോ. നമ്മൾ സോളോ റൈഡ് ആരംഭിച്ചതിന് ശേഷം ഒരു പ്ലാനും ഇല്ലാതെയാണ് എപ്പോഴും റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെയിം ഇപ്പോഴും അതുപോലെ തന്നെയാണ്. സോ ഈ റൈഡ് തീർന്നോ ഇല്ലയോ, അമൃത്സർ എത്തിയോ ഇല്ലയോ എന്നറിയാൻ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. ദാൽ ലേക്കിന് കുറുകെയുള്ള റോഡാണ് കേട്ടോ അത്. കാണാൻ തന്നെ എന്ത് മനോഹരമാണെന്ന് അറിയോ. ലെഫ്റ്റ് സൈഡ് നമ്മുടെ ശിക്കാരയൊക്കെ കിടക്കുന്നത് കാണാം. രാവിലെ തന്നെ ടൂറിസ്റ്റുകളൊക്കെ വന്നു തുടങ്ങി. നമ്മൾ പതിയെ റൈഡ് മുന്നോട്ട് കൊണ്ടുപോയി. ഹൈവേ ആണ് നമ്മുടെ ലക്ഷ്യം. ശ്രീനഗർ വന്നിട്ട് നമ്മുടെ മെയിൻ സ്ഥലമായ ലാൽ ചൗക്ക് കണ്ടില്ലെങ്കിൽ മോശമല്ലേ. അപ്പൊ ഒരു ലാൽ ചൗക്കിന് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് നമ്മുടെ റൈഡ് വീണ്ടും മുന്നോട്ട്. അപ്പൊ നമ്മള് വീണ്ടും NH44 കയറിട്ടോ. അപ്പൊ നമ്മള് നേരെ അമൃത്സർ പിടിക്കാന്നുള്ള പരിപാടിയിലാണ്. അമൃത്സർ നേരെ എല്ലാവരുടെയും നല്ല സെക്യൂരിറ്റി ആണ് കേട്ടോ. കശ്മീർ ഇട്ടോ മോനെ, ലഡാക്കും കശ്മീരും പൊളി ഇട്ടോ. നമ്മുടെ വേറെ സംസ്ഥാനങ്ങൾ പോലെയൊന്നും അല്ല, എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അടിപൊളി. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഇതൊക്കെ വന്ന് കാണണം. കശ്മീർ ഡെഡിക്കേറ്റഡ് ആയിട്ട് എനിക്ക് ഒന്നുകൂടെ വന്നാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ നമുക്ക് എന്തായാലും ലഡാക്കും പോകണം, നമുക്ക് പറ്റിയിട്ടല്ലോ. അതെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു ട്രിപ്പ് കൂടെ പ്ലാൻ ചെയ്യണം. ഇപ്പോഴൊന്നുമല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നേരെ പോകുന്നു, അമൃത്സർ പിടിക്കുന്നു, അവിടെ സ്റ്റേ, ബാക്കി അമൃത്സറിലെ കാഴ്ചകൾ കേട്ടോ. അപ്പൊ നമുക്ക് ഇടയ്ക്ക് പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല, നല്ല വിശപ്പുണ്ട്. എന്തായാലും പോകുന്നത്രയും പോട്ടെ. എന്നിട്ട് നമുക്ക് ഇപ്പൊ സോളോ ആയതുകൊണ്ട് പിന്നെ അതൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ, പറക്കും. ഹൈവേ കിട്ടി നമ്മൾ പറക്കും. ഓക്കെ, ഹൈവേയിലോട്ട് കടന്നപ്പോഴാണ് ബി എന്നോട് പറയുന്നത് എനിക്ക് വിശക്കുന്നേ എന്ന്. ഒന്നും നോക്കിയില്ല, അടുത്തുള്ള പമ്പിൽ കയറി ബീനെ അങ്ങ് ഫുൾ ടാങ്ക് ആക്കി. അപ്പൊ നമ്മള് എണ്ണയൊക്കെ അടിച്ച് സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ വിശക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട്. പോട്ടെ, സാരല്ല. എന്തായാലും അറിയണ്ട, നമുക്ക് നോക്കാം. അടിപൊളി ഹൈവേ, നല്ല മഞ്ഞ്, നല്ല വെയില്. അതായത് വെയിലിന്റെ ഒരു ഇളം ചൂടും ഉണ്ട്, മഞ്ഞിന്റെ ഒരു തണുപ്പും ഉണ്ട്. അപ്പോ എന്താ പറയാ, അങ്ങോട്ട് തണുപ്പും അല്ല എന്നാൽ ചൂടും അല്ലാത്തൊരവസ്ഥ. ഇതാണ് ക്ലൈമറ്റ് വണ്ടി ഓടിക്കാൻ. നല്ല വിസിബിലിറ്റി, ചൂടും ഇല്ല എന്നാൽ അത്ര തണുപ്പും ഇല്ല. ഓക്കെ, ഈ ക്ലൈമറ്റ് അടിപൊളി. ഹൈവേയും സൂപ്പർ കേട്ടോ. ഇത് NH44 നമ്മൾ വന്ന NH തന്നെ. ഞാനൊന്ന് ചാടി ഇവിടെ മറ്റേ പാലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ വന്ന NH തന്നെ, NH44 ശ്രീനഗർ കന്യാകുമാരി. നമ്മളിപ്പോ ജമ്മുവിലേക്കാണ് പോകുന്നത് കേട്ടോ. ജമ്മുന്ന് നേരെ പത്താൻകോട്ട് ഇറങ്ങി, പത്താൻകോട്ട് നിന്ന് നേരെ അമൃത്സർ പിടിക്കാനാണ് പരിപാടി. ഓക്കെ, ഇവിടെയൊക്കെ അടിപൊളിയാണ് കേട്ടോ. പക്ഷെ ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, എവിടെ ചെന്നാലും മലയാളികൾ എന്തായാലും ഡ്രൈവിങ്ങിന് ഓക്കെയാണ് കേട്ടോ. ചിലവന്മാര് മാത്രമേ ഉള്ളൂ ഈ ഇടയിൽ കൂടെ കുത്തിക്കയറുന്നവന്മാര്. പക്ഷെ ഇവിടെയും എല്ലാം അങ്ങനെ തന്നെയാണ്. ഇടയിൽ നല്ല ഒരു ഡോക്ടർ ഇപ്പൊ ഇവിടെ കണ്ടു. ഒരു ഡോക്ടർ ഇവിടെ ഇങ്ങനെ മറ്റേ എന്താ പറയാ, ബ്ലൈൻഡ് ആയിട്ടുള്ള കെർവ് കേട്ടോ. ബ്ലൈൻഡ് കെർവാണ്. ഞാനൊരു ഏകദേശം ഒരു സ്പീഡിൽ വരുന്നുണ്ട്, ഒരു 90-100 ഇടയിൽ സ്പീഡിൽ വരുമായിരുന്നു. ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു കർവാണ്. കർവ് കഴിഞ്ഞ് തിരിഞ്ഞ് വരുമ്പോഴത്തേക്കും മറ്റേ എന്താ പറയാ, ഈ ഡിവൈഡർ പൊട്ടിച്ചിട്ട് അവർ യൂട്ടേൺ ഉണ്ടാക്കി അവര് തന്നെ. അതിലൂടെ ഒരു ഡോക്ടറിന്റെ ചിത്രം എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഡോക്ടറാണോ ഡ്രൈവറാണോ എന്ന് എനിക്കറിയില്ല. ഡോക്ടറിന്റെ ചിത്രം എടുത്തിട്ട് ആ ഒരു കാറ് മറ്റേ അപ്പുറത്തെ മറ്റേ റോഡിൽ നിന്ന് ഇപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് യൂട്ടേൺ എടുത്തു. അതും ഹൈ സ്പീഡ് ഏരിയയിൽ. ഞാനൊരു 90-100 ആ ഒരു ലെവലിലാണ് വരുന്നത്. അതും ബ്ലൈൻഡ് ആണ് കേട്ടോ. ബ്ലൈൻഡ് കർവായിരുന്നു, കണ്ടുപോലില്ല.
എന്തോ ഭാഗ്യം ഞാൻ ലെഫ്റ്റിലേക്ക് എടുത്തിട്ട് പോയി. അതിനൊരു മറ്റേ ഭയങ്കര എന്താ പറയാ, ഒരുമാതിരി ഇവിടുത്തെ ഒന്നും ഡ്രൈവിംഗ് കൾച്ചർ ശരിയില്ല, എനിക്കും ഇഷ്ടമായില്ല. പക്ഷെ റോഡൊക്കെ നന്നായിട്ടുണ്ട്, ആൾക്കാരും ഓക്കെയാണ്, ആൾക്കാർ നല്ല സ്നേഹമുള്ളവരാണ്. പക്ഷെ ഡ്രൈവിംഗ് കൾച്ചർ ആർക്കും തീരെയില്ല. അയ്യോ മക്കളെ, ഞാൻ ഇപ്പോഴും അന്ന് പറഞ്ഞ തന്നെയാണ് ഇന്നും പറയുന്നത്, അവനവന്റെ തടി അവനവൻ നോക്കിയാ അവനവന് കൊള്ളാം. അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോ നെഞ്ചത്തോട്ട് കയറി വരുന്നവന്മാരെ നമ്മൾ എന്ത് ചെയ്യാനാണ്? പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ആ ഒരു കാര്യത്തിൽ ലഡാക്കിലെ ലേഡീസ് മോനെ എന്താ ഡ്രൈവിംഗ് അറിയോ, നമ്മൾ മാറി നിൽക്കൂട്ടോ. അത്യാവശ്യ ഡ്രൈവിങ്, അത്യാവശ്യ കൺട്രോള് എല്ലാം. അതിന് ലഡാക്കിൽ ലേഡീസിനെ സമ്മതിക്കാൻ പറ്റും. ജമ്മുവിലെയോ മറ്റേ കശ്മീരിലെയോ ഒന്നും ഞാൻ പറയില്ല, നോർമലി എല്ലാം അങ്ങനെയാണോ. എക്സ്പെക്ട് ലഡാക്കില് എനിക്ക് തോന്നുന്നത് ഭൂരിഭാഗം വണ്ടികളും ഓടിക്കുന്നത് സ്ത്രീകളാണെന്നാണ് തോന്നുന്നത്. അടിപൊളി കൺട്രോള്, അടിപൊളി ഡ്രൈവിങ്, റൂൾസ് ആയാലും അവര് എന്താ പറയാ റോഡിൽ പെർഫെക്റ്റ് ആണ്. അവരെയൊക്കെ കണ്ട് ചില ലേഡീസ് പഠിക്കാനുണ്ട്, റോഡിൽ നിറയെ ആക്സിഡന്റ് ഉണ്ടാക്കുന്ന ലേഡീസ് പഠിക്കാനുണ്ട്. എല്ലാവരും അല്ല ഉദ്ദേശിച്ചത്, റോഡിൽ നിറയെ ആക്സിഡന്റ് ഉണ്ടാക്കുന്ന ലേഡീസ്. ഇൻഡിക്കേറ്റർ റൈറ്റ് ഇട്ടിട്ട് ലെഫ്റ്റ് തിരിയുന്നവർ, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് റൈറ്റ് തിരിയുന്നവർ, അങ്ങനെയൊക്കെയുള്ള പരിപാടിയില്ല. അതൊന്നും ഇവിടെ ഇല്ല. പെർഫെക്റ്റ് ഡ്രൈവിംഗ് ആണ് കേട്ടോ. അത് ഒരു ഹിൽ സ്റ്റേഷൻ അല്ലേ, എന്താ കൺട്രോൾ എന്ന് പറയോ. ഞാനിപ്പോ എനിക്ക് കാർ ഓടിക്കാൻ അറിയാം, ഞാനും അങ്ങനെ കാർ ഓടിക്കുമെന്നൊക്കെ ഡൗട്ടാണ്. കാറ് മാത്രമല്ല, ചെറിയ മിനി ട്രക്കുകളെല്ലാം ഓടിക്കുന്നുണ്ട്. എന്താ നമ്മള് സോളോ ആയതുകൊണ്ട് ഇപ്പൊ മറ്റേ റോഡ് പ്രസൻസ് ഒന്നുകൂടെ കൂടിയോ എന്നെനിക്കൊരു സംശയം. നമ്മൾ ലഡാക്ക് വിട്ടതോടുകൂടി മലകളുടെ നിറങ്ങൾ മാറി, മലകൾ മാറി, മലകളുടെ ഭംഗി തന്നെ മാറി. ഇത് പേര് ടണലാണ് കേട്ടോ. ജമ്മുവിനെയും കശ്മീരിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ടണലാണ്. ഇത് നല്ല ദൂരമുണ്ട് കേട്ടോ. ഇതെത്രയാണ്, 7-10 കിലോമീറ്റർ എങ്ങാണ്ടുണ്ട് തോന്നുന്നു കേട്ടോ. അയ്യോ ഞാൻ നോക്കാട്ടോ ലാസ്റ്റ് എത്ര ഇതിന്റെ കിലോമീറ്റർ എന്ന്. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റർ. പക്ഷെ മോഹൻലാൽ പറഞ്ഞാണ് എത്തുന്നില്ലല്ലോ. നമുക്ക് എനിക്കാകെ കുതിരാൻ മറ്റേ തുരങ്കം കണ്ട് പരിചയമുള്ളൂ കേട്ടോ. അത്രയൊക്കെ തന്നെ ടണലുകളുള്ളൂ. പിന്നെ ഏതൊക്കെയോ നമ്മള് ട്രിപ്പ് പോകുന്ന സമയത്ത് ചെറിയ ചെറിയ ടണലുകൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. കുതിരാൻ ടണലാണ്, അതെ ആ ഒരു സാമ്യമുള്ള ടണലുകളാണ് കയറിയിട്ടുള്ളത്. പക്ഷെ ഇതൊക്കെ എന്തുവോ ഇത്, പൊളി. ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ കയറി ഒന്നും, അതായത് നമ്മള് എന്താ പറയാ ഫോറിൻ കൺട്രീസിൽ പറയുന്ന പോലെ ഫോറിൻ കൺട്രീസിൽ നോക്കിയിട്ട് അവിടെ ഇത്രയുണ്ട്, നമ്മുടെ നാട്ടിലുണ്ടെന്നേ. കണ്ടോ, നമ്മുടെ നാട്ടിലും ലോകോത്തരമുള്ള ടണലുകളുണ്ട്, സർവീസുകളുണ്ട്, സ്റ്റേഷൻസ് ഉണ്ട്, എന്താ പറയാ എല്ലാം ഉണ്ട്. നിങ്ങള് എന്താ പറയാ, നമ്മുടെ മനസ്സിൽ അങ്ങനെ ആയിപ്പോയി, ഇന്ത്യയല്ലേ അതൊന്നും നടക്കൂല എന്നുള്ളൊരു. ഞാൻ എല്ലാവരും പറയുന്നില്ല കേട്ടോ, ഞാൻ കോമൺ ആയിട്ട് പറയാണ്. ഇപ്പോൾ കുറച്ച് കാലം മുന്നേ വരെ തന്നെ ഞാനും, അതായത് എൻ്റെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ ഒരു ടീനേജ് ഏജിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നത്, ഇതൊക്കെ ഫോറിനിലല്ലേ നടക്കുള്ളൂ, നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെ നടക്കാനാ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചിന്തിച്ചു. നിങ്ങളത് കാണും, എത്ര നേരെ ഞാൻ ചാനലൂടെ വരാൻ തുടങ്ങിയത്. ഇത് ലോകോത്തരം അല്ലേ, ആണ്. നിങ്ങൾക്കത് ഒരു പ്രാവശ്യം ഇതിനകത്ത് കയറി നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ ഇതിനകത്ത് ഇപ്പോഴും ഫുൾ റേഞ്ചാണ് കേട്ടോ. ടവറിനകത്ത്, അതായത് എൻ്റെ ഫോണിനകത്ത് ഫുൾ റേഞ്ചാണ്. ഓക്കെ, അതുപോലെ അതെന്താണെന്ന് വെച്ചാൽ ഇത്രയും കിലോമീറ്റർ നീളമുള്ള ടണലായത് കൊണ്ടാണ് റേഞ്ച് അടക്കം. കാരണം എങ്ങാനും പെട്ടു പോകാണെന്നുണ്ടെങ്കിൽ വിളിക്കാനും എടുക്കാനും ഉള്ള സെറ്റപ്പ് അവരുണ്ടാക്കി തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിന് ലോകോത്തരം അല്ലാതെ എന്താ പറയൂ, അതാണ്. നമ്മുടെ നാട്ടിലുണ്ട്. പൊളി. എന്തായാലും ഇപ്പം ഞാൻ എത്തുമോ നോക്കിയാൽ
ഇതിലൂടെ 50 കിലോമീറ്ററേ പോകാൻ പാടുള്ളൂ കേട്ടോ. നമ്മളിപ്പോ ഒരു 75 പോകുന്നുണ്ട്. വേറെ അറിയില്ല എന്താ സ്ഥിതി. 50 പോയിട്ട് എത്തട്ടെ. നല്ല ദൂരം. ഇതിന്റെ കിലോമീറ്റർ എങ്ങനെ അറിയാന്ന് ഞാൻ എന്താ നോക്കട്ടെ. നെറ്റിൽ തന്നെ സെർച്ച് ചെയ്യണം. ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല. പക്ഷെ അടിപൊളി സാധനം. എന്താ ഒരു എന്താ പറയാ, ഇത്ര നീളം കുറെ നേരം കൊണ്ട് അതിനകത്ത് ട്രാവൽ ചെയ്യാണ്. അടിപൊളി കേട്ടോ. വലിയൊരു മല ഇതിനങ്ങ് തുറന്ന് വെച്ചേക്കുക. അതായത് ഏകദേശം ഇതുപോലത്തെ ഒരു മലയാണെന്ന് തോന്നുന്നു. അതായത് ഇങ്ങനെയുള്ള മലയാണ്. ഇങ്ങനെയുള്ള മലയാണ്. അതായത് ഞാൻ പറയണത് നമ്മുടെ നോർമലി ടണൽ ഉണ്ടാക്കുന്നത് ഇങ്ങനെ വെർട്ടിക്കലുള്ള ഇങ്ങനെ ഏറ്റവും അടുത്തുള്ള ഭാഗമല്ലേ. ഇത് ഇങ്ങനെയുള്ള ഒരു മലനെ ഇങ്ങനെ തുറന്നിരിക്കുകയാണ്. അതാണ് ഇത്രയും കിലോമീറ്റർ ഉള്ളത്. അതായത് ഇങ്ങനെ തുറക്കാതെ ഇപ്പൊ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ മലയില്ലേ, സ്ട്രൈറ്റ് തുറക്കാതെ മലനെ ചരിച്ചിട്ടുള്ള ഇങ്ങനെയാണ് നോക്കുന്നത്. മനസ്സിലായോ? ഇങ്ങനെ തുറന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും 10 കിലോമീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നു. നെറ്റിൽ തന്നെ നോക്കാം. സോളായതിനു ശേഷം നമ്മള് കുറച്ചുകൂടെ റോഡ് പ്രസൻസ് നമുക്ക് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടോ എന്നെനിക്കൊരു സംശയം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്കും വളരെ വളരെ നന്ദിയുണ്ട്. നിങ്ങളുടെ എന്താ പറയാ, ഞാൻ വരുമ്പോ എനിക്കൊരു എനിക്ക് സ്ഥലങ്ങൾ കാണണം എന്നുള്ള, എനിക്ക് ട്രാവൽ ചെയ്യണത് എൻ്റെ ഒരു പാഷനാണ്, എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ യൂട്യൂബിന് നമുക്കൊരു ഹോപ്പില്ലാത്ത ഒരു രീതിയിലായിരുന്നു ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇതാരാണ്, എന്താണ് ചേട്ടാ, എന്റെ ദൈവമേ. അതെന്താ അവരവിടെ പൊട്ടിച്ചിട്ട്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് വലിയ ഹോപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങൾ വരുന്ന ഈ സപ്പോർട്ടിനുണ്ടല്ലോ, സപ്പോർട്ടിന് വളരെ 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 നന്ദി. നിങ്ങളുടെ സപ്പോർട്ടിന് വളരെ നന്ദി കേട്ടോ. പിന്നെ റോഡിലൂടെ പോകുമ്പോൾ നമ്മുടെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നന്ദി കേട്ടോ. ഒരുപാട് നന്ദി. നിങ്ങളുടെ സപ്പോർട്ടിലാണ് നമ്മുടെ എന്താ പറയാ ഒരു റിയൽ മോട്ടിവേഷൻ ഇരിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ടിലാണ്. അപ്പോൾ നിങ്ങൾ എന്നെ കാണുന്നത് എൻ്റെ വീഡിയോയിലൂടെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോയിലും കൂടെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ടുള്ള ആൾക്കാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഈ കാണുന്നത് നമുക്ക് ജമ്മുവിലും ശ്രീനഗറിലും ഒരുപാട് കാണാൻ പറ്റും കേട്ടോ. ആടിനെ മേയ്ക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ്. കാണുമ്പോൾ നല്ല ക്യൂട്ടാണെങ്കിലും അതിലൊരാട് ഇങ്ങോട്ടും എങ്ങാനും ചാടിയ ഇവരെ കാണുമ്പോൾ തന്നെ ഒന്ന് സ്ലോ ആക്കി പതിയെ പോകാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് നോക്ക് നിങ്ങൾ, ഇത് നോക്ക്. ഇങ്ങനത്തെ പ്രദേശങ്ങൾ നമുക്ക് എവിടെ കാണാൻ പറ്റുന്നു? ഊട്ടിയായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം ഊട്ടിയൊക്കെ ഇവിടെ നിൽക്കും. ഓക്കെ, ഇതൊക്കെ ഇവിടെ നിൽക്കുന്നതാണ്, ടോപ്പിൽ നിൽക്കുന്നതാണ്. ഊട്ടി ഞാൻ ചെറുതാക്കി പറഞ്ഞല്ല. ഇതൊക്കെ കാണൂ. കണ്ടിട്ട് നിങ്ങൾ എന്താ പറയാ. പിന്നെ ഒരുപാട് പേർക്ക് പറ്റാത്തവരുണ്ട്. എന്തേലും വഴിയുണ്ടാവും. മനസ്സാണ് കേട്ടോ ആദ്യമായിട്ട്. ഞാൻ പറഞ്ഞില്ലേ മറ്റേ ചേതക്ക കൊണ്ട് എടുത്തുകൊണ്ട് വന്നിരിക്കുക. 19 ദിവസമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്, മനസ്സിലായത്. ഓക്കെ, കുറച്ച് സ്പീഡ് കൂട്ടാം. ഓക്കെ, നിങ്ങൾ വരിക, അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റട്ടെ. എല്ലാവർക്കും കാഴ്ചകൾ കാണാൻ പറ്റട്ടെ. എല്ലാവർക്കും എല്ലാം കാണാൻ പറ്റട്ടെ. ഇത് എത്ര തിരക്ക്. ധാബയാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്നെ കൊണ്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഇതെല്ലാം കാണിച്ചു തരുന്നതിന് എനിക്ക് വളരെ വളരെ സന്തോഷം. ഓക്കെ, എന്നിലൂടെ നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ കണ്ണാണ് എൻ്റെ കണ്ണ് എന്നുള്ള രീതിയിലാണ് ഞാൻ കാണുന്നത്. എന്നിലൂടെ നിങ്ങൾ കാണുന്നുണ്ട് എന്ന് എനിക്കറിയാം. അതിലെനിക്ക് വളരെ വളരെ സന്തോഷം. നമുക്കൊരിക്കലും ഇഷ്ടപ്പെടാത്തതും റൈഡിന്റെ രസം കൊല്ലുന്നതും ബോറാക്കുന്നതുമായിട്ടുള്ള ആ പ്രതിഭാസം എനിക്കും കിട്ടി ഗൈസ്. ട്രാഫിക് ബ്ലോക്ക് ഇത് കണ്ട് എൻ്റെ കിളി പോയി. എന്നാണ് തോന്നുന്നു. നല്ലൊരു ട്രാഫിക് കിട്ടി. 10 മിനിറ്റ് ആയിട്ടോ നിൽക്കാൻ തുടങ്ങിയിട്ട്.
അയ്യോ പണിപാടി. ഇപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടാണോ എന്നൊരു സംശയം. ഇപ്പോൾ ഡബിൾ റോഡ് പെട്ടെന്ന് സിംഗിൾ റോഡായിപ്പോയി. നല്ല ഹൈവേ കിട്ടി എന്നുള്ള സന്തോഷത്തിൽ വന്നതായിരുന്നു. വരുമ്പോൾ ഇത്രയൊന്നും ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ ട്രക്കുകാരാണ് ഇതിനെല്ലാം കാരണം. എൻ്റെ പൊന്നേ, അവിടെ നോക്ക്, ബ്ലോക്കോട് ബ്ലോക്ക്. ഇപ്പൊ എന്ത് ചെയ്യുന്നു ഇറങ്ങി നോക്കട്ടെ. എനിക്ക് ആദ്യം വിശന്നിട്ട് വരും. അതൊക്കെ ആദ്യം നോക്കി. എവിടെയോ ആക്സിഡന്റ് അല്ല. ഓ എത്ര റെഡാണ് നോക്ക്, ഒരുപാട് റെഡ് ഉണ്ട്. ഉണ്ടോ, കാണുന്നുണ്ടോ? നോക്കാം, നമ്മുടെ ചുറ്റി വഴിയെടുത്താലോ? നോക്കാം. എപ്പോഴാ തീരുമെന്ന് നോക്കട്ടെ കേട്ടോ. കുറെയെല്ലാം ഞാൻ ലൈൻ കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് വന്നത്. പിന്നീട് എനിക്ക് മനസ്സിലായി ഇതൊരു ചെറിയ ട്രാഫിക് ബ്ലോക്ക് അല്ല എന്ന്. ബൈക്കിന്റെ ഗുണം നമ്മൾ അപ്പൊ കാണിക്കണമല്ലോ. ഓപ്പോസിറ്റ് വണ്ടികളൊന്നും വരുന്നില്ല എന്ന് ഞാൻ ഉറപ്പ് വരുത്തിയതിന് ശേഷം പതിയെ ഞാൻ മുന്നോട്ട് പോയി. ഇതിപ്പോ രണ്ടാമത്തെ ടണ്ണാണ് അത്ര നീളമുള്ളത്. കഴിഞ്ഞ ആഴ്ച വരുമ്പോൾ ഞാൻ കാണിച്ചിരുന്നു തോന്നുന്നു. പേര് ശരിയില്ല. നമ്മുടെ NH 244 അതായത് NH 44 ഇരിക്കുന്ന രണ്ടാമത്തെ വലിയ ടൗൺ കേട്ടോ. കുറെ നേരം ഇപ്പോ എത്ര നേരമായിരുന്നു ദൈവത്തിനറിയാം. എന്താ നീളമെന്നറിയോ? ഇത്തിരി കഞ്ചസ്റ്റമാണ്. നമ്മളവിടെ ആ ട്രാഫിക് പെട്ടിട്ട് ദൈവമേ. ഫുള്ള് പൊടിയാണ് കേട്ടോ, ശരീരം ഫുള്ള് പൊടിയാണ്. പൊടി പറഞ്ഞാലും പോരാ, അത്യാവശ്യം പൊടി. മറ്റേ നമ്മള് ശ്രീനഗറിന് താഴെ ഇറങ്ങിയപ്പോ അവിടുത്തെ ഹൈവേ പണി നടക്കുന്നുണ്ട്. പിന്നെ നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നല്ലോ. ഫുള്ള് പൊടിയടിച്ച് സമയം എത്രയായി? 3:30 എത്തുമ്പോ ഒരു 8:30-9 മണി ആവുമെന്ന് വിചാരിക്കുന്നു. മുന്നോട്ട് പോകുന്തോറും NHന്റെ ഒക്കെ സ്വഭാവം മാറി നമ്മൾ ഡൈവേർട്ടായി ഒരു എന്താ പറയാ, ഗ്രാമപ്രദേശങ്ങളിലൂടെയും മലപ്രദേശങ്ങളിലൂടെയുള്ള യാത്രയായി. മാപ്പ് പറഞ്ഞ അവിടെയൊക്കെ ഞാൻ തിരിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നേരെ ഏതെങ്കിലും മലയുടെ മുകളിൽ നിന്ന് തള്ളിയിടാതിരുന്നാൽ മതിയായിരുന്നു. ഗൂഗിൾ ചേച്ചി ചതിക്കരുത്. ഇതിപ്പോ മാപ്പ് തന്നെ പറ്റിച്ചതാണോ അതോ ഇത് തന്നെയാണോ വഴിയെന്ന് അറിയില്ല. ഞാനിവിടുത്തെ ഒരു ചേട്ടനടുത്ത് ചോദിച്ചു, അമൃത്സറിലേക്ക് ഇത് തന്നെയാണോ വഴിയെന്ന്. അപ്പോൾ നേരെ പോകാനാണ് പറഞ്ഞത്. 4 കിലോമീറ്ററിന് ശേഷം ഒരു റൈറ്റ് കാണിക്കുന്നുണ്ട്. അത് ഏതാണോ എന്തോ. മറ്റേത് ജമ്മു. അപ്പോൾ നമ്മൾ ജമ്മു ടൗണിൽ കയറേണ്ട തോന്നുന്നു, അതായിരിക്കും. ഏതോ ഒരു ഗ്രാമമാണ്. ഏതാണ് ഈ ഗ്രാമം? ആർക്കറിയാം, പേരൊന്നും എഴുതിയിട്ടില്ല. ഏതായി റോഡ്? ഓ മൈ ഗോഡ്. സമയത്രായി 4:20. 4:20 കാട്ടിലൂടെയുള്ള യാത്ര. പോയി. എണ്ണയുണ്ടാ? ഉണ്ട്. ഒരു സപ്പോർട്ടിന് ഒരു 2-3 ലിറ്ററിൻ്റെ ക്യാനിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. വെറുതെ എവിടെയെങ്കിലും പെടുകയാണെങ്കിൽ എടുക്കാമെന്ന് വെച്ചിട്ട് വെച്ചാ അത് നല്ലതല്ലേ. ഇത് ഏതടാ റൂട്ട്? അമൃത്സർക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും റൂട്ട്. അതിനിപ്പോൾ മാപ്പ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഉദ്ധംപൂർ റൂട്ട്. ഇത് ഉദ്ധംപൂറാണ്. ഉദ്ധംപൂർ റൂട്ട്. ഉദ്ധംപൂർ. ഈ റൂട്ട് തന്നെയാണ് കാണിക്കുന്നത്. 3 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഒരു റൈറ്റ് ടേൺ കാണിക്കുന്നുണ്ട്. അത് ഏതാണോ എന്തോ നോക്കാം. ഇനി ടോട്ടൽ ഒരു 220 കിലോമീറ്റർ ഉണ്ടാവും കേട്ടോ. 220 കിലോമീറ്റർ ഇങ്ങനെ തന്നെയാണെങ്കിൽ ഞാൻ പെടും.
അതാണ് ഇപ്പം ഉണ്ടാവാൻ പോണത്. നമ്മൾ ഗ്രാമപ്രദേശമൊക്കെ കഴിഞ്ഞ് ഒരു മെയിൻ റോഡിലേക്ക് കടന്നിരുന്നു. പക്ഷെ മെയിൻ റോഡിന്റെ അവസ്ഥ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ഗൈസ്. ഇതൊരു 3 ദിവസം മുന്നേ ഇവിടെ ഉണ്ടായ ലാൻഡ് സ്ലൈഡിന്റെ അവശിഷ്ടങ്ങളാണ്. മലനിരകൾ കാണാൻ എത്ര ഭംഗിയാണ്, പക്ഷെ ഇതൊക്കെയാണ് പ്രശ്നം. അവരുടെ സ്വഭാവം മാറിയാൽ പിന്നെ നമുക്ക് പറയണ്ടല്ലോ. നോക്കി ഇതിൻ്റെ ഒരു ആഴം മനസ്സിലാക്കണം. ആർക്കും ഒരു അപകടവും പറ്റിയിട്ടില്ലെന്ന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കുന്നു. ഇപ്പൊ ഈ ലാൻഡ് സ്ലൈഡ് ആയ മണ്ണ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് 2 ദിവസമേ ആയുള്ളൂ എന്നാണ് ഞാൻ അന്വേഷിച്ച് പറഞ്ഞത്. എന്തായാലും പോട്ടെ, ആർക്കും ഒരു അപകടവും അല്ലാതെ എല്ലാവരും രക്ഷപ്പെട്ടിരിക്കുന്നേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. നമ്മൾ അതിലൂടെ അങ്ങനെ റൈഡ് മുന്നോട്ട് പോയി. സമയം പോകുന്നതും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പോകുന്ന വഴിക്ക് ഞാനൊരു ഇത് കണ്ടോ, എന്താ ഇതില്ലേ, പൊളി ഒരു സൺസെറ്റും കൂടെ കേട്ടാ, അടിപൊളി സൺസെറ്റ്. എനിക്ക് ഡ്രോണ് പറത്തണമെന്നുണ്ട്, പക്ഷെ ആക്ച്വലി പറത്തി കഴിഞ്ഞല്ലേ പറത്താം, പക്ഷെ സമയാവും. ഇപ്പൊ തന്നെ 6 മണി ആകാറായിട്ടുണ്ട്. സോ അടിപൊളി കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ കണക്ക്. അതാ നിൽക്കുന്നത് നമ്മുടെ ബി. കണ്ടാ, ചെക്കൻ പുലിയാ കേട്ടോ. പിന്നെ ഒരു ഇൻഡിക്കേറ്റർ പോയിട്ടുണ്ട്. നോക്ക്, സൺസെറ്റ് നോക്കില്ലേ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. സമയം ഏകദേശം 6 മണിയായി കേട്ടോ. പതുക്കെ ഇരുട്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനിയും ഏകദേശം ഒരു എത്രയുണ്ട്, 180 കിലോമീറ്റർ, 180 കിലോമീറ്റേഴ്സ് പോകാനുണ്ട് കേട്ടോ. പിന്നെ എന്തായാലും അമൃത്സർ പോവാം. അല്ല പിന്നെ എത്ര ദിവസമായി, 2 ദിവസമായി അമൃത്സർ പറഞ്ഞുകൊണ്ട്. കാർഗിൽ ഒരു ദിവസം പോയി, ഇവിടെ ഒരു ദിവസം, മറ്റേ ശ്രീനഗർ ഒരു ദിവസം പോയി. നോക്കാം, ഇവിടെ ഉള്ളവർ ഡേഞ്ചറൊന്നുമല്ല, ജമ്മു അല്ലേ. അപ്പോൾ നമ്മളങ്ങനെ പഞ്ചാബ് കഴിഞ്ഞിരിക്കുന്നു, പഞ്ചാബിലേക്ക് കയറിയിരിക്കുന്നു. പത്താൻകോട്ട് എത്തിട്ടോ, പത്താൻകോട്ട് കഴിഞ്ഞു. ഇപ്പം സമയം ഏകദേശം 7:30 ആയിട്ടുണ്ട്. ഇനി നമുക്ക് 110 കിലോമീറ്ററോളം പോകാനുണ്ട്. സോ ഇതിന് 1 മണിക്കൂർ 56 മിനിറ്റാണ് കാണിക്കുന്നത്. 9:50 എത്തുമെന്നാണ് പറയുന്നത്. എന്തോ ഇതിനകത്ത് ഇപ്പം എന്താണെന്നറിയോ, രാത്രി മറ്റേ എന്താ പറയാ, 6 മണി കഴിഞ്ഞത് കൊണ്ടാണോ എന്നറിയില്ല, പശുക്കളെയൊന്നും റോട്ടിൽ കാണാനില്ല. രക്ഷപ്പെട്ടു എന്ന് പറയാനല്ലോ. അപ്പൊ നമ്മള് എന്തായാലും അമൃത്സർ പിടിക്കാന്ന് വെച്ചിട്ടാണ്. തണുപ്പ് അത്ര ഇല്ല കേട്ടോ. ലൈക്ക് ഇനിയിപ്പോ എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അതായത് നമ്മള് ലഡാക്കിൽ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടാണോ എന്ന് അറിയില്ല, തണുപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നേന്നില്ല. പിന്നെ ഇഞ്ചിന്റെ ചൂടൊക്കെ അറിയാൻ തുടങ്ങി. ചൂട് വരുന്നല്ല ഞാൻ പറഞ്ഞത്, ജസ്റ്റ് വണ്ടി നിർത്തുന്ന സമയത്ത് ആ ചൂടടിക്കില്ലേ, അതൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇപ്പോ മഞ്ഞുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് കേട്ടോ, മഞ്ഞുണ്ട്. എനിക്ക് തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല. എന്താണോ എന്തോ, ഈ തണുപ്പൊന്നും ഏൽക്കില്ല എന്നായിരിക്കും ചിലപ്പോ. എന്തായാലും അടിപൊളി. നമ്മൾ അങ്ങനെ പഞ്ചാബ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ സിമ്മുകളൊക്കെ ആക്ടിവേറ്റ് ആവണം. അപ്പം രക്ഷപ്പെട്ടു. കുറെ കോളും കുറെ മെസ്സേജും എല്ലാം പോയി. വാട്സപ്പ് മാത്രമേ ഉള്ളൂ. കുറെ കോള് പോയിട്ടുണ്ടാവും എനിക്കറിയാം. ഓക്കെ, അപ്പൊ ഇനിയും ഒരു ഏകദേശം 1.5 മണിക്കൂർ എന്ന് വെച്ചോ. നമ്മള് ഫുഡ് കഴിക്കാനൊന്നും നിർത്തിയില്ല. ഇനിയിപ്പോ എന്തായാലും അവിടെ പോയിട്ട് നിർത്താം, അതായിരിക്കും ബെറ്റർ. ഇല്ലെങ്കിൽ സീനാണ്. പഞ്ചാബ് കയറി തന്നെ വലിയ ആശ്വാസം. UPI വർക്കാവാൻ തുടങ്ങുമല്ലോ, കയ്യില് കാശ് കഴിഞ്ഞല്ലേ. അപ്പൊ നമ്മള് 44-ന്ന് 54-ലേക്ക് വന്നു കേട്ടോ, ഹൈവേ. അതായത് ആ റാമ്പിൽ നിന്ന് നേരെ 54-ലേക്ക് വന്നു. അടിപൊളി. ഇനിയിപ്പോ നമുക്ക് പഞ്ചാബിന്റെ ഹൈവേ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ലെറ്റ്സ് ഗോ. എന്തായാലും നമ്മൾ അമൃത്സർ എത്തും. ഇനി 100 കിലോമീറ്റർ കഷ്ടിച്ചോ. പക്ഷെ ഇതിനകത്ത് 110 എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ അവിടുത്തെ ബോർഡിനകത്ത് 99 കിലോമീറ്റർ എന്നാണ് കണ്ടത്. ഈസി, നിസ്സാരം അല്ലേ. പക്ഷേ വേറൊരു പ്രശ്നം വരാതിരുന്നു.
അങ്ങനൊന്നുമില്ല, പഞ്ചാബുകാര് ഭയങ്കര സ്നേഹമുള്ളവരാണ്. എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെയൊക്കെ ലൈറ്റ് ഇട്ട് അങ്ങനത്തെ അലങ്കരിച്ചിരിക്കുകയാണല്ലോ. എന്ത് സംഭവം? ഗുരുദ്വാരകളാണ് തോന്നുന്നു കേട്ടോ. ഇതെന്തോ പ്രത്യേകതയുണ്ടോ എനിക്കറിയില്ല. ഓക്കെ, ലെറ്റ്സ് ഗോ ഗായ്സ്. അപ്പോ നമുക്ക് നേരെ ഇപ്പൊ 7:30 ആയിട്ടുള്ളൂ. ഒരു 9:30 ആകുമ്പോ അവിടെ എത്തുമല്ലോ എന്തായാലും. അപ്പൊ എന്നിട്ട് ഫുഡ് കഴിക്കാം, അതായിരിക്കും ബെറ്റർ. നമ്മുടെ ഫ്രണ്ട് ജിബിനൊരു റൂം പറഞ്ഞായിരുന്നു. അവനെ വിളിച്ചിട്ട് ഏതാണ് റൂം എവിടെയാണെന്ന് ചോദിക്കണം. മലയാളികളെ ഭയങ്കര സ്നേഹമെന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ആ റൂമിൽ തന്നെ പോവാം. നമ്മുടെ വാഗ ബോർഡറിന്റെ ഒക്കെ അടുത്താണെന്നാണ് പറഞ്ഞത്. വാഗ ബോർഡർ അടുത്താണ്, ഗോൾഡൻ ടെമ്പിൾ അടുത്താണ് മറ്റേ പറഞ്ഞത്. ഗായ്സ് 10 മണിയോടുകൂടി നമ്മൾ അമച്ചർ എത്തിയിരിക്കുകയാണ്. ഗ്രൂപ്പ് റൈഡ് വരുന്ന സമയത്ത് നമ്മൾ 6 മണിക്ക് ശേഷം ഒരിക്കലും റൈഡ് ചെയ്തിരുന്നില്ല. പക്ഷെ സോളോ ആയതിനു ശേഷം ഞാൻ 6 മണിക്കല്ല 10-11 മണിക്കാണ് റൈഡ് തന്നെ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ സോളോ റൈഡ് അവസാനിച്ചിട്ടില്ല, യാത്രകൾ തുടരുകയാണ്.